വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട്, അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുള്ള നിലപാട് എന്നതിനപ്പുറം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. കാരണം ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം വി ഡി സതീശന്മാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ്. എപ്പോഴൊക്കെ ഇവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേദനിക്കപ്പെട്ടിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു പാരമ്പര്യം പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു, ഇന്ത്യയും പാകിസ്ഥാനുമെന്ന്. ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം മതത്തിൻ്റെ പേരിൽ 10,000-കണക്കിന് ആളുകൾ പരസ്പരം പടവെട്ടി. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ പോലും ആരുടേതാണ് ഈ മൃതശരീരം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ തലയറ്റ കബന്ധങ്ങൾ നിറഞ്ഞൊഴുകി. ചോരച്ചാലുകൾ അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ഉണ്ടായി. അന്ന് ആ സന്ദർഭത്തിൽ ഇന്ത്യയിലെ 36 കോടി ജനങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ചെങ്കോട്ടയിൽ 3 കസേരകൾ ഇട്ടിരിക്കുന്നു. ഒരു കസേരയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരിക്കുന്നു. മറ്റൊരു കസേരയിൽ ബ്രിട്ടീഷുകാരൻ്റെ അവസാനത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ഇരിക്കുന്നു. ഈ 2 കസേരകൾക്കിടയിൽ ഒരു കസേര മാത്രം ശൂന്യമാണ് എന്ന് തായാട്ടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ആരാണ് ആ കസേരയിൽ ഇരിക്കേണ്ടത്? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ മതിച്ചു വരുന്ന ഒരു ആനയെ ഊന്നുവടി കൊണ്ട് നിയന്ത്രിക്കുന്ന പാപ്പാനെ പോലെ നിയന്ത്രിക്കാൻ വേണ്ടി സത്യവും സത്യാഗ്രഹവും അഹിംസയും സമരായുധമാക്കി മാറ്റിയൊരു മനുഷ്യൻ. ജീവിതത്തിൻ്റെ വസന്ത സമ്പൂർണമായ 13 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞ മഹാത്മാഗാന്ധി. എല്ലാവരും അന്വേഷിച്ചു എവിടെയാണ് ഗാന്ധി. അവസാനം മനസ്സിലായി, ഹിന്ദുക്കളും മുസൽമാനും ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തി മരിച്ചു വീണ പശ്ചിമ ബംഗാളിലെ മണ്ണിൽ ഗാന്ധിയുണ്ട്. തൻ്റെ പൗത്രിമാരായ ആവാ ഗാന്ധിയുടെയും മനു ഗാന്ധിയുടെയും ചുമലിൽ കൈവച്ച് നഗ്നപാതനായി ഗാന്ധി നടന്നു പോകുകയാണ്. സുഹ്രവർദി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി പറഞ്ഞു, ബാപ്പുജി അങ്ങ് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. ബ്രിട്ടീഷുകാരൻ്റെ യൂണിയൻ ജാക്ക് താഴേക്ക് വരികയും ഇന്ത്യക്കാരൻ്റെ ദേശീയ പതാക വാനിലേക്ക് ഉയരുവാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ രാത്രി അങ്ങ് ഡൽഹിയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ഈ രാത്രി എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ 2 കണ്ണിലെ കൃഷ്ണമണികൾ പോലെ ഞാൻ കാണുന്ന ഈ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും പരസ്പരം പോരടിക്കുന്ന ഈ രാത്രിയിലെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ മനസ്സില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം അവിടുത്തെ തൊട്ടടുത്ത ഒരു കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലേക്ക് ഗാന്ധി എരച്ചു കയറുകയാണ്. അവിടെ നനച്ചിട്ട മരപ്പലകയിൽ വൈക്കോലും വിരിച്ച് ഗാന്ധിജി കിടന്നു. തൻ്റെ കൂടെ കൊണ്ടുവരുന്ന 3 ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത, ഖുർആൻ, ബൈബിൾ. അതിൽ ഭഗവത്ഗീതയിലെ 1ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം പാതിരാത്രി 12 മണിക്ക് ഗാന്ധിജി വായിക്കുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവം ചെയ്വ കിം കുറുവത സഞ്ജയ. അതായത് സഹോദരപുത്രന്മാരായ കൗരവന്മാരും പാണ്ഡവന്മാരും പരസ്പരം പോരടിച്ച് മരിക്കുമ്പോൾ, കുരുക്ഷേത്ര യുദ്ധത്തിൽ പോരടിച്ചു മരിക്കുമ്പോൾ അത് കാണാൻ കണ്ണില്ലാതെ പൊട്ടിക്കരഞ്ഞ ധൃതരാഷ്ട്രയെ ഓർമ്മിക്കുന്നതാണ് ഗാന്ധിയുടെ ചിത്രം. ഗാന്ധി അതന്ന് ചെയ്തത് ഈ നാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാനാണ്. അപ്പം സ്വാഭാവികമായും ആ കണ്ണിയിലെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മതേതരത്വത്തിൻ്റെ ഒരു വലിയ ബോധം, അത് സത്യത്തിൽ കേരളത്തിൻ്റെ ആവേശത്തെ സ്വാഭാവികമായും ഏറ്റെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇവിടെ രക്തസാക്ഷിത്വത്തിൻ്റെ ചോരപ്പാടുകൾ കണ്ടു എന്ന് വരാം. അതുപോലെ തന്നെ അപകടകരമായ ചാത്താൻ കല്ലേറുകൾ ഇവിടെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ അവസാനമായി സത്യം ജയിക്കും എന്ന് പറയുന്നത് പോലെ ശ്രീ വി ഡി സതീശൻ്റെ നിലപാടുകൾ വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.